എല്ലാ അമ്പലങ്ങളിലും പൊതുവെ പൂരം കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടിയിറങ്ങൽ അങ്ങനത്തെ പരിപാടിയാണ്. പക്ഷെ നമ്മുടെ അമ്പലത്തിൽ പണ്ട് അങ്ങനെയായിരുന്നു, 10 നാൾ ഉത്സവം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, എന്തോ പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞ് 12 ദിവസം ഉത്സവം വേണം, പിന്നെ 7-ാം പൂജയ്ക്ക് വരെ നട അടച്ചിടണ്ട, 7 ദിവസം നട തുറക്കാം, അങ്ങനത്തെ ഇതൊന്നുമില്ല, നട അടപ്പൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഈയിടെയായിട്ട് കുറച്ച് നാളുകളായിട്ട് അങ്ങനെയാണ് ഉത്സവം കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്നൊരു വിഷമം, കാരണം ഈ പൂരം കഴിഞ്ഞ് ഉടനെ നട അടക്കുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്ത വിഷമമാണ്. ഈ 12 ദിവസം കഴിയുമ്പോഴും ആ വിഷമമുണ്ട്, എന്നാലും ഗ്രാജുവലി കുറച്ചുകൂടി കുറവാണ്. അപ്പോൾ ഇന്നിപ്പോൾ പള്ളിവേട്ട ദിവസവും അതുപോലെ പിറ്റേന്ന് ആറാട്ട്, അങ്ങനെയാണ് 12 ദിവസത്തെ ഉത്സവം വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് നമ്മുടെ പള്ളിവേട്ടയാണ്. പള്ളിവേട്ടയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ശാന്തിയും കൂട്ടരും എല്ലാവരും കൂടി പോകുന്നത് നമ്മുടെ വടക്കശ്ശേരിയിലോട്ടാണ്. വേറെ അങ്ങോട്ടില്ല, വടക്കശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂലക്ഷേത്രമാണ്. അപ്പോൾ മൂലക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ മൂലക്ഷേത്രമൊക്കെ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് അത് പള്ളിവേട്ടനെ പറ്റിയിട്ട്. അപ്പോൾ അത് ആ വേടിൻ്റെ ഡാൻസ് ഉണ്ടോ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗരുഡൻ തൂക്കത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റേജ് കിട്ടുമല്ലോ, ഭയങ്കര രസമാണ് ആ സ്റ്റേജിൽ നിന്ന് ഗരുഡൻ തൂക്കം കാണാനായിട്ട്. അപ്പോൾ അതിന്മേൽ കയറി നിന്ന് എല്ലാം നന്നായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ടേ അവിടെ കയറി നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഗരുഡൻ എന്നല്ലല്ലോ നമ്മുടെ വേടൻ്റെ ഡാൻസൊക്കെ അടിപൊളി ഡാൻസ് ആട്ടോ. അത് ഈ കറക്റ്റിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല എനിക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ പാടാണ് എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, കാരണം കറക്റ്റായിട്ടുള്ള ഇത് കിട്ടാറില്ല. അപ്പോൾ ഈ കുമ്പളങ്ങി എന്തിനാ ഇങ്ങനെ കുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യത്തില്ല എന്നൊക്കെ എനിക്കറിയാം, കാരണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പാടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. എന്തായാലും കുഴപ്പമില്ല. കുമ്പളങ്ങി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ചിന്നുവിനോട് ചോദിച്ച ചിന്നു കറക്റ്റായിട്ട് പറഞ്ഞു. പുള്ളിക്കാരിക്ക് ഈ പുരാണ കഥകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാനും കേൾക്കാനും കാണാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലായതുകൊണ്ടും പുള്ളിക്കാരി അതൊക്കെ ഓർത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞൊക്കെ തരും കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ഈ പള്ളിവേട്ടയ്ക്കും എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ അമ്പലങ്ങളിലൊക്കെ ആനപ്പുറത്താണ് ദേവി ഈ വേടനെ കൊല്ലുന്ന ഇതായിട്ട് ഇങ്ങനെ വരുന്നത്, വേടനായിട്ട് ഇങ്ങനെ ഓടിക്കുന്ന കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ ആനയൊന്നുമില്ല, കരിയുമില്ല, കരിമരുന്നും ഇല്ലാത്ത അമ്പലമായതുകൊണ്ട് നമ്മുടെ ദിൽശാന്തിയാണ് ദേവീനെയും കൊണ്ട് പോകുന്നത്. അപ്പോൾ പള്ളിവേട്ടയ്ക്ക് ഏകദേശം കഴിയാനായി. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഇത്ര തിരക്കുണ്ടെങ്കിലും കരിമരുന്നില്ല. നേരെ നമ്മുടെ അമ്പലത്തിൽ പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, വെടിക്കെട്ട് സീനുകളൊന്നുമില്ല. അപ്പോൾ ഇത്ര പരിപാടി നമ്മൾ പള്ളിവേട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത്, എന്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ട ബജി ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ മുട്ട ബജി കഴിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്.